ഒത്തിരിയേറെ നേർച്ച വസ്തുക്കൾ തരുന്നുണ്ട്. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശ്രൂപം. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഇടിവെട്ട അനുഭവങ്ങളാണ്. കാര്യം എന്താണ്? അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം. ചില ആൾക്കാർ സാധാരണ പോലെ, അതായത് നമ്മളെങ്ങനെ, ഇപ്പോൾ ഈശോ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ 10:43 അല്ലേ, മത്തായി ശ്രീകാരുടെ സുവിശേഷം, നീതിമാനെ നീതിമാനായി കരുതുന്നവനെ നീതിമാൻ്റെ പ്രതിഫലം, പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവനെ പ്രവാചകൻ്റെ പ്രതിഫലം. അതായത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം എന്ത്, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ആനുപാതികമായിരിക്കും. അത് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. എന്ന് വായിച്ചോളൂ. അത് മത്തായിയുടെ സുവിശേഷം 10-ാം 41-ാം തിരുവചനം. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് എന്ന് പറഞ്ഞേ, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. അടുത്തത്, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉടമ്പടി തൈലമായാലും ഉടമ്പടി കാശ്വരമായാലും ഇപ്പം അവരെന്താ ജിതി എന്താ പറയണത്? അവർ നോൺ ക്രിസ്ത്യൻ അല്ലേ, അവർക്ക് എന്താ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? അവർ പറയണത് എനിക്ക് 5 കൊല്ലത്തെ ഗ്യാപ്പാണ്. മലയാളത്തിൽ നിന്ന് ഞാൻ ഇവിടുന്ന് MCA എടുത്ത് പോയിട്ട് ഞാൻ പിന്നീട് സംഭവം തൊട്ടിട്ടില്ല. എന്നെ കോമ്പറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ IIM നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർക്ക് അവിടെ വന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നവരോട് ഞാൻ കോമ്പറ്റ് ചെയ്യണത്. എൻ്റെ ഗ്യാപ്പാണ് എൻ്റെ ഏറ്റവും വലിയ ഭ്രാന്തെന്ന് പറയുന്നത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. പക്ഷേ അമ്മയുടെ കാശ്വരമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് എക്സിക്യൂഷനാണത്. അതായത് ഏത് ഗ്യാപ്പായാലും ശരി. നീ ഇങ്ങനെ ഒത്തിരി പറഞ്ഞില്ലേ, ഗ്യാപ്പ് നഴ്സുമാർക്ക് പ്രോബ്ലമാണ്. ചില ആൾക്കാർ ഏജ് ബാറുണ്ട്. 52 വയസ്സിൽ ചിലർ പുതിയ മാനേജർ വരുമ്പോൾ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിടും. അവർ വിളിക്കത്തില്ല. അവർ ചെറുപ്പക്കാരെ വെച്ച് കോപ്പറേറ്റീവുകളെല്ലാം 25 വയസ്സ് വെച്ചുള്ള ആൾക്കാരെ എടുത്തിട്ട് കമ്പനി മുന്നോട്ട് റൺ ചെയ്ത് ലാഭിക്കാൻ പോവുകയാണ്. കാര്യം ഈ 52കാരൻ എടുത്താൽ അയാളുടെ അന്നത്തെ സീനിയോറിറ്റി അനുസരിച്ചുള്ള പുതിയ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ പകുതിയെ പ്രായമുള്ളവരിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവരെ എടുക്കത്തില്ല ഒരിക്കലും. പക്ഷേ ഉടമ്പടി അവരെ എടുപ്പിക്കും. അതെന്താ കാര്യം? അമ്മയാണ് ഇതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്, നിങ്ങളെ ഉടമ്പടിയിലെ എക്സിക്യൂഷനിലെ സൂക്ഷ്മതയാണ് പ്രോബ്ലം. ഓരോരുത്തരും അതിനെ ഇപ്പം ഇവർ തന്നെ എന്താ പറയണത്, അവർ അത് ആത്മാർത്ഥമായിട്ട് അതിൽ വിശ്വസിച്ചു. പണ്ട് അവർ പറയണത്, ഈ പ്രത്യേകിച്ച് ഷീജല്ലോ അഞ്ജന പറയണത്, എന്തിനാണ് സാക്ഷ്യം പറയണത്? സാക്ഷ്യം പറയണ വല്ല കാര്യമുണ്ടോ? സാക്ഷ്യം ദൈവത്തോട് അങ്ങനെ പറഞ്ഞാൽ പോരെ, എന്തിനാണ് ആൾക്കാർ കെട്ടിയെടുത്ത് ഇവിടെ വന്നിട്ട് പറയണതെന്നൊക്കെയായിരുന്നു ഞാൻ പണ്ട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അമ്മയുമായിട്ട് സണ്ട് വെക്കുമായിരുന്നു പണ്ട്. മാതാവിൻ്റെ കാര്യം ഒത്തിരി കേട്ട് ചികിടിച്ച് ഞാൻ ആ വഴിക്കില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണ്. പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് തന്നെ കിട്ടിയ അനുഭവത്തിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഇപ്പം എനിക്ക് മനസ്സിലായി സാക്ഷ്യം എന്താണെന്ന്. കാര്യം വെച്ചാൽ സാക്ഷ്യം എന്താണെന്ന് ഇവൾക്ക് പറയാൻ മനസ്സിലാക്കാൻ ഒരു കാരണമുണ്ടായി. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോരോ ആൾക്കാർ ഓരോ കാര്യം പറയത്തില്ല. ഇപ്പോൾ കുഞ്ഞിൻ്റെ പെടലി തിരിയണില്ലെന്ന് പറഞ്ഞപ്പോൾ പെടലി തിരിയാത്ത കൊച്ചായിരിക്കും, മരണം വരെ ഇവൻ്റെ പെടലി തിരിയത്തില്ലെന്നാണ് കൂടെയുള്ളവർ പറയണത്. എങ്ങനെയെങ്കിലും ഇതിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അവർ ഇവരെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ഒരു ദിവസം. അപ്പോൾ ഉടനെ അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? അമ്മ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ഏതമ്മ? പരിശുദ്ധമ്മ ദേവമാതാവ് കൃപാസനത്തിൻ്റെ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടും. അപ്പോഴെനിക്ക് മനസ്സിലായി സാക്ഷ്യം എന്തിനാണെന്ന്. കാര്യം ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ ഇട്ടിട്ട് നാട്ടുകാർ ചവിട്ടും കുത്തും കേട്ടിട്ട് അവരുടെ മനസ്സിടിഞ്ഞ് പോകുമ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടി അവരെ അഭിഷേകം ചെയ്യണം. എങ്ങനെയാണ്? ഈ സാക്ഷ്യം കേൾപ്പിച്ചാണ്. സാക്ഷ്യം കേൾക്കുന്ന അയക്കുമ്പോഴെന്ത് ഇവർക്ക് അതിന് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് തോന്നും. നിങ്ങളും പ്രാർത്ഥിക്കണം. അമ്മയോട് പറയണം, അമ്മേ എന്നെ അമ്മയുടെ സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കൈവച്ച്, അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തണമേ. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഇടയ്ക്ക്. എന്താ കാര്യം എന്നറിയാവോ? ഈ ഉടമ്പടിയെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടെ ഡീല് ചെയ്യുന്ന സബ്ജക്റ്റ്. ഇതിൻ്റെ ബാക്കിലുള്ള സബ്ജക്റ്റ് അതാണ്. ഈ അമ്മയുടെ നിങ്ങൾക്ക് നല്ല സാക്ഷ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കത്തുള്ളൂ. സാധാരണ സാക്ഷ്യമാണെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ തക്കതായ സാക്ഷ്യമില്ലെങ്കിൽ
ആ സാധാരണ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന സാക്ഷ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതുകൊണ്ട് നമുക്ക് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് വേണ്ടത്. പക്ഷെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേണം. ചുമ്മാ ഇങ്ങനെ എല്ലാവരും ഉടമ്പടി എടുക്കണം, ഈ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, എന്നാൽ അതുകൂടി എടുത്തേക്കാം, എന്നാൽ 2 ഉടമ്പടി ഇങ്ങനെ തന്നേക്കാൻ പറയും. ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചില അവർക്ക് ബുദ്ധിബോധമില്ല. ഇത് ഏതാണ്ട് എടുക്കുമ്പോൾ കിട്ടുന്ന സാധാരണ അടക്കുകയാണ്. ഉടമ്പടി എന്ന് പറയുന്ന ജീവിതമല്ലേ, ഉടമ്പടി എടുക്കുകയല്ല, ഉടമ്പടി ജീവിക്കുകയല്ലേ. ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. മഞ്ജു ഫ്രാങ്ക്ലിൻ്റെ സാക്ഷി ഞാൻ എപ്പോഴും ഓർക്കും. അവർ ഷിക്കാഗോയിൽ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞതാണ്, ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ മാറുകയല്ലേ. അതിനകത്ത് നമുക്ക് അഭിഷേകം കിട്ടുകയാണെങ്കിൽ നമുക്ക് ത്രില്ലടിക്കും. കർത്താവിന് വേണ്ടി ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ചു? അതുമാത്രമല്ല അഞ്ചന ചെയ്യണത്, അവർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓരോ സങ്കടങ്ങൾ അവരോടൊന്ന് പറയുമ്പോഴേ അവർ ഓരോ പത്രം എടുത്ത് കൊടുക്കും. ഓഫീസിൽ സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. ഇത്രയും വേല ചെയ്യുന്ന ആൾക്കാരെ അമ്മ എങ്ങനെ ഡിസോൺ ചെയ്യാനാണ്? പ്രസവിച്ചപ്പോൾ നല്ല പൈങ്കിളി പോലത്തെ അടിപൊളി കൊച്ചു കൈ അടിച്ച് കിടത്താൽ ഉടമ്പടിയിലൂടെ ഞങ്ങളെ സന്ധിക്കുന്ന അവരുടെ വലിയ കാരണത്തെ ഞങ്ങൾ നന്ദി പറഞ്ഞു വാഴ്ത്തുന്നു. മക്കളെ ഒന്ന് മുട്ടേന്ന് നമുക്ക് ലാസ്റ്റ് പ്രെയറാണ്. അച്ഛൻ്റെ മനസ്സിൽ ജോലിയില്ലാത്തവരുണ്ട്. ഇന്ന് നീറ്റ് എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവർ, ചില ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ ഒത്തിയിട്ടില്ല. അവരെയും ഞാനിപ്പോൾ ഓർക്കുക. ഇപ്പോൾ അവർ നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അവർക്ക് പ്രവർത്തിക്കാൻ. മാതാപിതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തേക്ക് ചൊരിഞ്ഞ കണ്ണുനീരെല്ലാം രത്നങ്ങളായിട്ട് വരാൻ അവരെല്ലാം ഓർക്കുകയാണ്. ഈ ആഴ്ചയിൽ ഒഴിച്ചിടുന്ന മക്കൾ, ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ചു പോയവരുണ്ട്. കൃപാസൻ മാതാവിൻ്റെ അടുത്തൊന്ന് വന്നെങ്കിലെന്ന് കൊതിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ് ഇപ്പോഴേ. ഈ ആഴ്ച IELTS എഴുതുന്നവരുണ്ട്, അവരെ ഞാൻ ഓർക്കുന്നു. MOH, ഹാദ്, എല്ലാ പ്രൊഫഷണൽസിനെയും PSC എക്സാം വരുന്നുണ്ട്, അതും ഓർക്കുന്നു. എല്ലാവരും ഓർക്കുകയാണ്. ഞാൻ ഈ പ്രൊഫഷണൽസിന് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മണ്ണി ചവിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ കാണാതെ ഞാൻ വിടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരെ ഉള്ള രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. അവരൊരാളെ രക്ഷപ്പെട്ടാൽ അനിയത്തിനെ ചേട്ടത്തിനെ കല്യാണം കഴിപ്പിക്കാം, നമുക്ക് വീട് വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. കടങ്ങൾ പരിഹരിക്കും, ആ കുടുംബത്തിൻ്റെ കടങ്ങൾ തീരും അതിനാൽ. അതുകൊണ്ട് പ്രൊഫഷണൽസിന് എല്ലാവരും എന്തെല്ലാം തരത്തിൽ ഒരു പരീക്ഷ, ഇപ്പോൾ ബിടെക്കുകാരാണ്, അവർ കുറേ അധികം അരിയർ വന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് അവരെ കൊണ്ടുവരണം. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ 20-22 അരിയർ വരെ എഴുതിയെടുപ്പിച്ചിട്ടുണ്ട് ബിടെക്കിൻ്റെ. അവരിനി എഴുതണില്ലെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു എഴുതും മോളെ, നമുക്ക് 6 വെച്ച് എഴുതാമെന്ന് പറയും. 6 വെച്ച് എഴുതാം. സിലബസ് നിൻ്റെ സിലബസ് മാറുന്ന മുമ്പ് നിന്നെ മാതാവ് കരകയറ്റി വിട്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാവരെയും പ്രൊഫഷണൽസിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. വിഷയങ്ങളെ സമർപ്പിക്കുന്നു. വിജയത്തിലേക്ക് ആനയിക്കണമേ. അവരുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക കടങ്ങളിൽ വീട് വിൽക്കാൻ വേണ്ടി പോണവർ, ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നവർ, വീടില്ലാത്തവർ, വീടിന് വഴിയില്ലാത്തവർ, നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട്, അതും ഈശോ ഉള്ളപ്പ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ കണ്ണീരിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കൈ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വഴിയില്ലാത്ത സ്ഥലമാണ്. ബാങ്കുകാർ 19 ലക്ഷം ഞങ്ങൾക്ക് വേണം, തരത്തിലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് പറയും. പക്ഷേ അമ്മ
ആ ബാങ്കിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ വഴി കാശെടുത്ത് കൊടുത്തു. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം, ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമുണ്ട്. അതും ഉടമ്പടിയാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, നിത്യജീവിതം. ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ട് നിത്യജീവിതം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ എന്ന് പറഞ്ഞത്, നിത്യജീവിതം നശിപ്പിക്കുന്ന ഒരു നടപടിക്രമവും ഒരു പ്രണയവും ഒന്നും നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോ നിത്യരക്ഷയോ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങൾ നിങ്ങൾ കെട്ടിലെന്നേ ഉള്ളൂ. കർത്താവിനെ ജീവിതം കളഞ്ഞ് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുക. തൽക്കാലത്തേക്കുള്ള ലാഭം മാത്രമാണത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നീ എടുത്തു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. മാതാവേ, പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ, ചില പിള്ളേരൊക്കെ വെറും പൊട്ടികളാണ് ശരിക്കും. കാര്യം ഈ ചാക്കിട്ടുപിടുത്തക്കാർ അവരെ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ അവരെ നശിപ്പിച്ച് കളയും. പിന്നെ ഇവരുടെ പുറകെ ഇങ്ങനെ വാലുമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പോഴം പണിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യരുത്. എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ, ജാതി മതം നോക്കാതെ എല്ലാവരോടും പറയുകയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആ ടൈപ്പാണ്. ഏതൊരു റിലേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ശാരീരികമായ കാര്യങ്ങളുണ്ടായി. ഇപ്പം അങ്ങനെയല്ല, 3 ആഴ്ചക്കുള്ളിൽ നടക്കും. അതോടെ പിന്നെ അവർ രക്ഷപ്പെടത്തില്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇത് കഴിയണ വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ തേനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ഒരു കഥയുമില്ല. മനുഷ്യന്മാരുടെ സൈക്കോളജി അറിയണം. നിങ്ങൾ അവർ മാനസികമായിട്ട് ഉപേക്ഷിച്ചാലും നിങ്ങൾ അറിയിക്കാതെ ടാറ്റിസായിട്ട് കൊണ്ടു നടക്കാൻ അവർക്കറിയാൻ പറ്റും. അത്ര സൂത്രക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇതുപോലെ അകപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ചിലരോട് എന്നോട് കടവാണെന്നും പറഞ്ഞ് എനിക്ക് ജപ്തിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പേപ്പർ ഏൽപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കൊടുക്കാനോ ആരെങ്കിലും തരാനോ ഒന്നുമില്ല അച്ഛാ, ദൈവം മാത്രമേ ഉള്ളെന്ന് പറയും. അങ്ങനെയുള്ളവരെ സാമ്പത്തികമായ മേഖലകളിൽ ഈ ആഴ്ചയിൽ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാനസിക ആവശ്യം മാത്രമല്ല, ഒരു ജീവിത ആവശ്യവും ദൈവികമായ ഒരു ആവശ്യമാണ്. അത് നടക്കണം. അത് നമുക്ക് ഇത്തിരി ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ അത് നടക്കണം. അത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. അതിൽ നിന്ന് ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കണം. ആ മേഖല തടസ്സമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. എങ്ങനെ ജീവിക്കുമെന്ന ഐഡിയ ഇല്ലാത്തവര്, എങ്ങനെ ജീവിക്കുമെന്നൊരു ഐഡിയ ഇല്ല. ഒരു തൊഴിൽ ചെയ്തിട്ട് ഗതി പിടിക്കണില്ല. എല്ലായിടത്തും കൊണ്ടുപോയി 10,000 രൂപ മുടക്കും, അത് നഷ്ടപ്പെടും, പിന്നെയും തിരിച്ചു വരും, കടം മേടിക്കും. എങ്ങനെ ജീവിക്കുമെന്നൊരു പിടിയുമില്ല. അങ്ങനെ ഒരു ഗതിയുമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കേരളത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിയ ആൾക്കാരുണ്ട്. ഒരു തൊഴിലും ചെയ്ത തൊഴിലെല്ലാം പൊട്ടിപ്പോയി, അടുത്തും കൈ നീട്ടാൻ പറ്റില്ല, ആ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റണില്ല, ഇങ്ങനെ വീട്ടിൽ പോലും സമയത്ത് വരാൻ പറ്റണില്ല. കടക്കാർ, വളയുന്ന ആൾക്കാർ, അവർ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ, കൈയുയർത്തി സ്തുതിക്കട്ടെ. തൊഴിലിന് വേണ്ടി അലയുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജീവസന്ധാരണത്തിന് ആവശ്യമായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് വിദേശത്ത് പോയ മക്കളുണ്ട് ഒത്തിരി പേര് പഠിക്കാൻ പോയവരുണ്ട്. ചില ആൾക്കാർക്ക് ഈ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുകയാണ്, പക്ഷേ ഇതുവരെ വിസ വന്നിട്ടില്ല. സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്നവർക്ക് പക്ഷേ വിസ വന്നിട്ടില്ല, അതിൻ്റെ പൈസ റെഡി ആയിട്ടില്ല.
അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക കുരുക്കിൽ കിടക്കുന്ന ആൾക്കാരുടെ കുരുക്കുകൾ, കേസിൽ കിടക്കുന്നവർ, കോടതി വിസ്താരത്തിലിരിക്കുന്നവർ, ജഡ്ജ്മെൻറ്റിലിരിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രുതികട്ടെ ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. മാരക രോഗികൾ, തീരാവേദിയുള്ളവർ, മാനസിക രോഗമുള്ള, ഡിപ്രഷനുള്ളവർ, കിടപ്പ് രോഗികൾ, ചില ആൾക്കാരുടെ മൊബൈലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കണത്. അവർക്കിവിടെ വരാൻ പറ്റണില്ല. വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വന്നേനെ. അപ്പം അങ്ങനെ കിടന്നു പോയ ആൾക്കാരുണ്ട്. അവർ എഴുന്നേക്കണം. ഈ ആഴ്ചയിൽ നിങ്ങൾ മാതാവിനെ അവരെ സമർപ്പിക്കുക. പറയുക, അമ്മേ, പരിശുദ്ധ അമ്മേ, കിടപ്പ് രോഗികളെ അങ്ങ് സന്ദർശിക്കണമേ. ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവരും മലമൂത്രങ്ങൾ പോകുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാവരും സുഖപ്പെട്ടുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദരരോഗമുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, ക്യാൻസർ രോഗമുള്ളവരൊക്കെ ആ സ്ഥലങ്ങളിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലേണ്ട സമയമാണ്. കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ ഈശോ കാണിച്ചു തന്നായിരുന്നു സൗഖ്യപ്പെടുന്നതായിട്ട്. കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കാം. മുടി കൊഴിയുന്നവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നല്ലവണ്ണം മുടിയുള്ളവർക്ക് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ മുടിയില്ലാത്ത സംബന്ധിച്ച് അതൊരു വേദനയാണ്. അതുകൊണ്ട് ഒത്തിരി പേര് നല്ലവണ്ണം മുടി തഴച്ച് വളർന്നിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടി ഇല്ലാത്തവരാണെങ്കിലും അതൊരു നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയൊക്കെ വെച്ച് മാതാവിനോട് പറ. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ യാത്രയെ സമർപ്പിക്കുന്ന കർത്താവേ, വസ്തു ലേലത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ ചിരങ്ങും ചൊറിയും നീരൊക്കെ കിട്ടിയവരെ കർത്താവെ നിൻ്റെ തിരുമുറിവാർന്ന അത്ഭുതകരത്തെ സ്പർശിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദമാണ്. എല്ലാവരും മുട്ടയിൽ നിന്ന് ആശീർവാദം മേടിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാര്യം